ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ 3 മാർക്കിൻ്റെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വന്നപ്പം അതിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ സ്ക്രീനിൽ കാണാം. ഒന്ന്, നമ്മുടെ 3 ടൈപ്സ് ഓഫ് ബജറ്റിൻ്റെ 3 തരങ്ങൾ അല്ലെങ്കിൽ 3 തരം ബജറ്റുകൾ ഏതൊക്കെ എഴുതാനാണ് ചോദിച്ചത്. നമുക്കറിയാം, ഇത് മാക്രോ എക്കണോമിക്സിലെ 5ാമത്തെ ചാപ്റ്റർ ഗവൺമെൻറ് ബജറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ എന്നുള്ള ചോദ്യമായിരുന്നു. അവിടുന്ന് 3 മാർക്കിനുള്ള ചോദ്യമായിരുന്നു ഈ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തത് 3 ടൈപ്സ് ഓഫ് ബജറ്റ് എന്ന് പറയുന്നത് 3 തരം ബജറ്റുകളുണ്ട്. നമുക്കറിയാം, സർപ്ലസ് ബജറ്റ്, ഏതെങ്കിലും സർപ്ലസ് ബജറ്റ്, ബാലൻസ്ഡ് ബജറ്റ്, ഡെഫിസിറ്റ് ബജറ്റ്, അല്ലെങ്കിൽ പറയും മിച്ച ബജറ്റ്, സന്തുലിത ബജറ്റ്, കമ്മി ബജറ്റ്. നിങ്ങൾ ആലോചിക്കുക, മിച്ചം, നമ്മുടെ കൈവശം മിച്ചം വരണമെങ്കിൽ എന്താണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളുടെ കയ്യിൽ 100 രൂപ തന്നു. ആ 100 രൂപയിൽ നിങ്ങൾ എന്ത് ചെയ്തു? 80 രൂപയോളം നിങ്ങൾ ചിലവാക്കി. ബാലൻസ് എത്ര ഉണ്ടാവും കയ്യിൽ? നിങ്ങളുടെ കൈവശം വരുന്ന 20 രൂപ ഉണ്ടാവും അല്ലേ? അപ്പോൾ അതെന്താണ് ശരിക്കും? നിങ്ങളുടെ കൈവശം വന്ന മിച്ച ബജറ്റാണ്. മിച്ചം ബാലൻസ് ഒന്നല്ല, നിങ്ങളുടെ കയ്യിൽ മിച്ചം എന്നാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ വരുമാനം കൂടുതലാവുകയും എന്നാൽ ചിലവ് കുറയുകയും ചെയ്യുന്ന ബജറ്റാണ് സർപ്ലസ് ബജറ്റാണ് ഈ മിച്ച ബജറ്റ് എന്ന് പറയുന്നത്. ഇനി ബാലൻസ്ഡ് ബജറ്റ് ആണ്. ബാലൻസ് ആണ് തുല്യമാവുക എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ? അപ്പോൾ സന്തുലിതം എന്നാണ് പറഞ്ഞത്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് നേരത്തെ 100 രൂപ തന്നല്ലോ. നിങ്ങൾ ആ 100 രൂപയും ചിലവാക്കിയെങ്കിൽ എന്താണ്? നിങ്ങൾക്ക് കിട്ടിയ വരുമാനം നിങ്ങൾ ഫുള്ളായിട്ട് അഥവാ മുഴുവനായിട്ട് എന്ത് ചെയ്തു? ചിലവഴിച്ചു അല്ലേ? അപ്പോൾ എന്തോടെ സംഭവിച്ചാൽ നമ്മുടെ വരുമാനം എന്ത് ചെയ്തു? ചിലവിന് തുല്യമായിട്ടാണ് ഇവിടെ വന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ നോക്കിയേ, ഡെഫിസിറ്റ് ബജറ്റ് അല്ലെങ്കിൽ കമ്മി ബജറ്റ് എന്ന് പറയും. കമ്മി എന്ന് പറഞ്ഞാൽ എന്താണ്? കുറവ് എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ? ഇപ്പോൾ ഡെഫിസിറ്റ് സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, ഞാൻ നിങ്ങൾക്ക് 100 രൂപയാണ് തന്നത്, പക്ഷേ നിങ്ങൾക്ക് എന്താണ് 150 രൂപയുടെ സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോൾ ശരിക്കും എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നിങ്ങളുടെ വരുമാനം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ ചിലവിനേക്കാൾ കുറവാണ്. അഥവാ വരുമാനം ചെറുതും ചിലവ് കൂടുതലാവുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ ഇതെല്ലാം ആ പേര് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. സർപ്ലസ്, നിങ്ങൾ ആലോചിക്കുക, സർപ്ലസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോ കൂടുതൽ അധികം കിട്ടുന്ന കാര്യമല്ലേ? അപ്പോൾ നമുക്കിവിടെ എന്താണ്? ചിലവ് കൂടുതലായിട്ട് വരുന്ന സിറ്റുവേഷൻ അല്ല, വരുമാനം കൂടുതലാണ്. എന്നാൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ചിലവ് കൂടുതലായിട്ട് വരുന്ന സിറ്റുവേഷനാണ്. എന്നാൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഗതിയാണെന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. ആൻഡ് ബാലൻസ്ഡ് പറയുമ്പോൾ എന്താണ്? രണ്ടും തുല്യമായിട്ട് വരുന്ന ബജറ്റാണ്. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നത്. പഠിച്ചോ കേട്ടോ. വീണ്ടും ചോദ്യങ്ങൾ വരാം. ഇനി നമ്മുടെ രണ്ടാമത്തെ ചോദ്യം നോക്കാം നമുക്കിവിടെ. വാട്ട് ആർ ദ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി അല്ലേ? എല്ലാവർക്കും ഒരുപാട് സന്തോഷം തോന്നിയ ചോദ്യമായിരിക്കും ഇത്. കാരണം നമ്മുടെ മൈക്രോയിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്നുള്ള ചോദ്യമാണ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി അല്ലെങ്കിൽ കേന്ദ്ര സമ്പദ് വ്യവസ്ഥയുടെ പ്രശ്നങ്ങൾ എന്നും പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ കേന്ദ്രീകൃത പ്രശ്നങ്ങളെന്നോ കേന്ദ്ര സമ്പദ് വ്യവസ്ഥയുടെ പ്രശ്നങ്ങളെന്നോ അല്ലെങ്കിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ സാധനം എന്താണ്? നമ്മുടെ വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹോം ടു പ്രൊഡ്യൂസ് ഇല്ലേ? അതാണ് ചോദിച്ചത്. അപ്പോൾ നമുക്കറിയാം സെൻട്രൽ പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്താണ്? നമ്മളത് എഴുതിയേക്കാം. വാട്ട് ടു പ്രൊഡ്യൂസ് എന്താണ്? വാട്ട് ടു പ്രൊഡ്യൂസ്, നമ്മൾ എന്തുണ്ടാക്കണം? ഓക്കെ, വാട്ട് പ്രൊഡ്യൂസ് ആണ് നമ്മളവിടെ സൂചിപ്പിക്കുന്നത്. ആ കാര്യമാണ് നമുക്കവിടെ വേണ്ടത്. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു, ഹൗ ടു പ്രൊഡ്യൂസ്, നമ്മളെങ്ങനെ സാധനങ്ങൾ ഉണ്ടാക്കണം എന്ന് പറയുന്നത്. ഇതെല്ലാവരും പഠിച്ചിട്ടുണ്ടാകും. കാരണം എന്താ പറയുക, നമ്മൾ +2 എത്തുമ്പോൾ ആദ്യം പഠിക്കുന്ന സാധനങ്ങൾ ഇതാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഏകദേശം ഓർമ്മയിൽ വെക്കുന്ന ഒരു സാധനം കൂടി ആയിരിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. എന്താണ് പറയുക? ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ഇനി ഇതിൻ്റെ മലയാളത്തിൽ നമുക്ക് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഫസ്റ്റ് ഓഫ് ഓൾ ഓരോന്നിട്ടേ പറയാൻ നോക്കിക്കോട്ടോ. ഒന്നാമത്തെ നമുക്കറിയാം എന്താണ്? എന്ത് ഉൽപ്പാദിപ്പിക്കണം. നമ്മൾ ആദ്യം പറയുന്നത് എന്താണ്? എന്ത് ഉൽപ്പാദിപ്പിക്കണം. ആദ്യം നമ്മളതാണ് തീരുമാനിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഉത്തരം എന്താണ്? നമ്മൾ ഉൽപ്പാദിപ്പിക്കേണ്ട വസ്തു, നമ്മുടെ രാജ്യത്ത് എന്താണോ ആവശ്യമായിട്ടുള്ളത് അതാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കേണ്ടത്. അഥവാ പ്രൊഡ്യൂസ് ദ നെസസറി ഐറ്റംസ് പറയും, അല്ലെങ്കിൽ ആവശ്യ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നാണ്. നമുക്കറിയാം ഇത് ഉൽപ്പാദന രീതിയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ? ഈ എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്ന് പറയുമ്പോൾ എന്താണ് സൂചിപ്പിക്കുന്നത്? ഇപ്പം നമുക്ക് നമ്മുടെ രാജ്യത്ത് സമ്പത്താണോ കൂടുതലെങ്കിൽ അല്ലെങ്കിൽ വരുമാനമാണ് കൂടുതലെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് ഉൽപ്പാദനം നടത്താം. ഇനി നമുക്ക് അതിനേക്കാൾ കൂടുതലായിട്ട് നമ്മുടെ രാജ്യത്ത് തൊഴിലാളികളാണ് കൂടുതലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ രീതിയിലും വേണമെങ്കിൽ ഉൽപ്പാദനം നടത്താം. അപ്പോൾ ലേബർ ഇൻറ്റൻസീവ് ആൻഡ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് അല്ലെങ്കിൽ നമ്മളെന്ത് പറയും? തൊഴിലധിഷ്ഠിത ഉൽപ്പാദന രീതിയുണ്ട്, അതേപോലെ നമ്മുടെ മൂലധന അധിഷ്ഠിത ഉൽപ്പാദന രീതിയുണ്ട്. അപ്പോൾ അതിൽ ഏത് വേണമെങ്കിൽ നമുക്ക് തീരുമാനിക്കാം. ആൻഡ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഫോർ ഹോം ടു പ്രൊഡ്യൂസ്. ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അല്ലേ? KGF റോക്കി ബായോട് ചോദിച്ചായിരിക്കും ഇതൊക്കെ നീ ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് ചോദിച്ചത്. ഓക്കെ, ആർക്ക് വേണ്ടി ഉൽപ്പാദിക്കണം, അതാണ് മൂന്നാമത്തെ ചോദ്യം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? അവിടെയുള്ള പബ്ലിക്കിന് വേണ്ടിയിട്ടാണ് അല്ലേ? ആ പബ്ലിക് എന്ന് പറയുമ്പോൾ എല്ലാവരും നമ്മൾ കണക്ക് കൂട്ടുന്നുണ്ടോ? ഇല്ല. പിന്നെ ആര് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്? നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതലുള്ളത് ആരാണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദരിദ്രരായ രാജ്യത്ത് നമ്മൾ എന്ത് ചെയ്യണം? ദാരിദ്ര്യം മാറ്റാനുള്ള ഉൽപ്പാദനമാണ് നടത്തേണ്ടത്. എന്നാൽ അവിടെ ലക്ഷറി ആയിട്ടുള്ള ഐറ്റം അഥവാ ആഡംബരമായിട്ടുള്ള സാധനം ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല അല്ലേ? എന്നാൽ ലക്ഷറി ആയിട്ടുള്ള രാജ്യത്ത് ദാരിദ്ര്യം മാറ്റാനുള്ള കാര്യമാണോ വേണ്ടത്? അല്ല, അവിടെ എന്താണ് വേണ്ടത്? ലക്ഷറി ഐറ്റംസ് ആണ് വേണ്ടത്. അപ്പോൾ ഓരോ രാജ്യത്തും എന്ത് തരത്തിലുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കേണ്ടത്. അതാണ് ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റാൻഡേർഡ് ലെവൽ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നത്. ഇഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസസ് ബൈ 200 crore ആൻഡ് MPC is 0.2, വാട്ട് വിൽ ബി ദ ഇൻക്രീസ് ഇൻ ടോട്ടൽ ഇൻകം? നിങ്ങൾ ഒരുപക്ഷെ ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ കണ്ട് കിളി പോയി നിൽക്കായിരിക്കും ഉണ്ടാവുക. പക്ഷെ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം ഉണ്ടോ. അഥവാ നിക്ഷേപം നമുക്ക് 200 കോടി രൂപയായിട്ട് വർദ്ധിക്കുകയാണെങ്കിൽ സീമാന്ത ഉപഭോഗ പ്രവണത, അഥവാ നമ്മുടെ MPCയുടെ മലയാളമാണത്, അത് 0.2 ആണെങ്കിൽ നമ്മുടെ മൊത്തം വരുമാനത്തിനുണ്ടെന്ന വർധനം എത്രയെന്ന് ചോദിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കണ്ട് കിളി പോയതാണെങ്കിൽ ഇല്ലെങ്കിൽ വളരെ ഈസിയാണ് ഇത് ചെയ്യാൻ. കാരണം എന്താ പറയുക, ഈ ചോദിച്ചിരിക്കുന്ന ചോദ്യം നമ്മുടെ മൾട്ടിപ്ലയറിനെ കുറിച്ചാണ്. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ ഉണ്ടല്ലോ, അതാണ് ചോദിച്ചിട്ടുള്ളത്. അതിന് ആദ്യം ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയറിൻ്റെ ഇക്വേഷൻ അറിയണം. ഇക്വേഷൻ പഠിച്ചൊരു ഡെൽറ്റ വൈ ബൈ അഥവാ എ എന്നിട്ടാ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഐ ഇസ് ഈക്വൽ ടു 1/1 മൈനസ് MPC എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ നമുക്കിവിടെ തന്നിരിക്കുന്ന കാര്യം ഡെൽറ്റ ഐ തന്നിട്ടുണ്ട്, അഥവാ ഇൻവെസ്റ്റ്മെൻറ്റിനുണ്ടായ ചേഞ്ച് നമുക്ക് തന്നിട്ടുണ്ട് 200 കോടി മാറ്റം ഉണ്ടായി എന്നാണ് പറഞ്ഞത്. അതേപോലെ MPC നമുക്കിവിടെ തന്നിട്ടുണ്ട്. MPC നമ്മുടെ വാല്യൂ തന്നിരിക്കുന്നത് 0.2 എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇത് രണ്ടും നമുക്കിവിടെ തന്നിട്ടുണ്ടെങ്കിൽ ഇനി ബാക്കി നമ്മളോട് ചെയ്യേണ്ട കാര്യം എന്ന് പറയും, നമ്മുടെ ഇക്വേഷൻ പ്രകാരം ഈ ഇക്വേഷനിലേക്ക് നമ്മൾ ഈ വാല്യൂസ് ഒക്കെ ഒന്ന് ഇട്ട് നോക്കുക. അപ്പോൾ നോക്കട്ടെ, നമുക്ക് ഡെൽറ്റ വൈ തന്നിട്ടുണ്ടോ? ഇല്ല, അത് അതുപോലെ തന്നെ എഴുതി. ഡെൽറ്റ ഐ തന്നിട്ടുണ്ട് 200 ആണെന്ന് എഴുതി അല്ലേ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ പ്രകാരം എന്താ വരിക, 1/1 മൈനസ് MPC എന്നാണ്. 1 മൈനസ് MPC ഉള്ളടത്ത് ഞാൻ 0.2 എന്ന് കൊടുത്തു. കാരണം എന്താണ്, MPCയുടെ വാല്യൂ 0.2 ആണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, നമ്മുടെ ഉത്തരം 1/1 മൈനസ് 0.2 എന്ന് പറയുമ്പോൾ നമ്മുടെ ഉത്തരം എത്ര വരിക, 0.8 എന്നാണ് വരിക. അതിനർത്ഥത്തിൽ നമ്മുടെ ഈ പറഞ്ഞ 1നെ നമ്മൾ 0.8 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്കവിടെ കിട്ടുന്ന ഉത്തരം എത്രയായിരിക്കും? നമുക്കവിടെ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് വളരെ ഈസിയായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ 1/8 എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന ഈസി ആൻസർ എത്രയാണ്? നമുക്കിവിടെ 1.25 എന്നാണ് കിട്ടുക. എത്രയുടെ 1.25 എന്ന് കിട്ടി. ഇനി നമുക്കിവിടെ കിട്ടിയ വാല്യൂസ് നമുക്ക് നോക്കാം. ഡെൽറ്റ വൈ ഇസ് ഈക്വൽ ടു 200 ഡിവൈഡഡ് ഇസ് ഈക്വൽ ടു 1.25 എന്നാണല്ലേ. ഇനി ഇവിടെ നമുക്കിവിടെ വാല്യൂ കിട്ടാൻ വേണ്ടി ഡെൽറ്റ വൈ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഡെൽറ്റ വൈയുടെ ഇക്വേഷൻ മാത്രം എഴുതാം. ഡെൽറ്റ വൈ എന്ന് പറയുമ്പം ഈ 200 നമ്മൾ എന്ത് ചെയ്യും, 1.25ൻ്റെ അടുത്ത് കൂടിയിട്ട് മൾട്ടിപ്ലൈ ആണ് ചെയ്യുക. കാരണം സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പം അങ്ങനെയാണ് സംഭവിക്കുന്നത് അല്ലേ, നമ്മൾ റൂൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 1.25 ഇൻറ്റു 1.25 ഇൻറ്റു 200 എന്നാണ് വരിക. നമ്മുടെ ആൻസർ എത്ര വരിക, നമുക്ക് 250 എന്നാണ് കിട്ടുക. ഈ 250 എന്നുള്ള എന്താണ്, കോടിയിലാണ്. അപ്പോൾ 250 കോടി എന്ന് എഴുതിയാൽ മതി. നിങ്ങളൊന്ന് ആലോചിക്കുക, എത്ര ഈസി ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് എഴുതുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പഠിക്കാത്തതുകൊണ്ട് നമുക്ക് മിക്കവാറും ഈ പ്രശ്നം വരാറില്ല. അപ്പോൾ മൾട്ടിപ്ലയേഴ്സ് എന്ന് പറയുന്ന ഭാഗം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിനാകെ നിങ്ങൾ ചെയ്യുന്നത്, നമുക്ക് ഒരു 6 മൾട്ടിപ്ലയേഴ്സ് ആകെ പഠിക്കാനുള്ളൂ. അതിൽ ഈ പറഞ്ഞ 3 ഇക്വേഷൻ ഫോർമാറ്റ് നമുക്ക് ശരിക്കും നോക്കാനുള്ളൂ. ബാക്കിയെല്ലാം സെയിം ഇക്വേഷനാണ്. ആകെ പേര് മാത്രം മാറ്റുന്നത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം ഇക്വേഷനാണ്. അപ്പോൾ മൾട്ടിപ്ലയേഴ്സ് എന്ത് ചെയ്യാൻ വൃത്തിയായിട്ട് പഠിച്ചിരിക്കുക, നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഉത്തരം മാർക്കണ്ട 250 കോടി. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.